എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു iPhone 17 Pro ഉണ്ടാക്കാൻ പോവാണ്. ഔട്ട് ഓഫ് കാർഡ്ബോർഡ് ആണ് ഗൈസ്. അപ്പം ഞാൻ അവിടെ കട്ടൗട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ആണ് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ്. അത് നമ്മൾ 7.9 വിഡ്ത്തും പിന്നെ 15 ലെങ്ത്തും ആണ് വേണ്ടത്. 15 ലെങ്ത്തും 7.9 വിഡ്ത്തും വേണം. പിന്നെ ഒരു ക്യാമറ പീസ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സി ചാർജർ എടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ പീസ് എടുക്കണം കട്ട് ചെയ്ത്. അത് നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെ അങ്ങ് ചുരുട്ടി എടുക്കണം. ഇങ്ങനെ ചുരുട്ടി എടുക്കണം. അപ്പം അത് നമുക്ക് ചെയ്യാം. ചുരുട്ടി എടുക്കട്ടെ ഗൈസ്. ഇപ്പം ചുരുട്ടി എടുക്കുകയാണ് ഗൈസ്. അത് ഇച്ചിരി പാടാണ്, കാരണം എൻ്റെ കൈ നിനക്കറിയാമല്ലോ ആദ്യമേ വേർപ്പാണ്. അതുകൊണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ചെയ്യാം ഗൈസ്. ഇനി ഒരു ഗ്ലൂ വേണം ഗൈസ്. ഗ്ലൂ ചെയ്യാം. ഇച്ചിരി മതി, പക്ഷെ ഞാൻ ഇവിടെ അറിയാതെ ഒരു കൂടുതലായിപ്പോയി ഗൈസ്. അപ്പം അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോൺ കണ്ടില്ലേ, ഈ ഫോണിൻ്റെ ഈ സൈഡിലോട്ട് കറക്റ്റ് മെഷർമെൻറ്റ് നടുക്ക് വെച്ച് നമ്മൾ എടുക്കണം. ഈ ടൈപ്പ് സി കേബിളിൻ്റെ എത്ര എടുത്തെന്ന് വെച്ചാൽ അത്രയും ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ജസ്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു മണ്ട ഭാഗം അത് ഇതാക്കല്ലേ, അതുകൊണ്ട് ഈ ഒരു മണ്ട വരുന്ന ഭാഗം അത് നമ്മൾ പൊക്കി വെക്കണം, അല്ലാതെ അത് കീറല്ലേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, കാണിച്ചു തരാം. ഈ ഭാഗം മാത്രം ഇങ്ങനെ പൊക്കി വെക്കണം, ബാക്കിയുള്ളത് ഇതെല്ലാം കീറണം. പക്ഷേ ഇപ്പുറത്തെ സൈഡ് കീറല്ലേ. ഓക്കെ, അത് നമുക്ക് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആ ടൈപ്പ് സീഡ് ഇത് ചെയ്തത് അവിടെ കുതികയറ്റി വെക്കാം. അവിടെ ഇൻസേർട്ട് ചെയ്യണം ഗൈസ്. ഇച്ചിരിയും കൂടെ കട്ടൗട്ട് എടുക്കാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇപ്പം കുറവാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും. ഓക്കെ, അപ്പം നമുക്കത് ഗ്ലൂ ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പ് സിയുടെ സാധനം അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് സാധനമൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ആ ഗ്ലൂ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ടൈപ്പ് സിയുടെ കേബിള് ഒന്ന് എടുത്തൊന്ന് ഫിക്സ് ആക്കി നോക്കാം. അപ്പോൾ കറക്റ്റാണ്. അതെ, അത് എൻ്റെ ഇപ്പോൾ കറക്റ്റാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫുള്ള് റാപ്പ് ചെയ്യണം പേപ്പർ വെച്ച്. ഫുള്ളൊന്നുമല്ല, ഈ ഒരു ഭാഗം വാർപ്പ് ചെയ്യണം, പിന്നെ ഈ ഒരു ഭാഗം റാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് അത് ചെയ്യാം. അതിൻ്റെ ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒട്ടിക്കണം ഗൈസ്. അപ്പം ഒട്ടിക്കുന്ന ഇടം വരെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അത് രണ്ട് സൈഡും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സൈഡെല്ലാം ഒട്ടിക്കണം. അതിനു വേണ്ടി കട്ടൗട്ട് എടുത്തിട്ടുണ്ട്, അവിടെ കണ്ടില്ലേ? ആ സൈഡ് ഇങ്ങനെ ഒട്ടിക്കണം. പക്ഷെ ആ ടൈപ്പ് സിയുടെ അവിടെ ഇല്ലേ, അവിടെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ആ ഒരു സ്പീക്കർ എല്ലാം വരുന്ന സ്ഥലത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു പിന്നെടുക്കണം സേഫ്റ്റി ആയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഇച്ചിരി കാർഡ്ബോർഡ് എടുക്കണം. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ മണ്ടക്കോട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു കുത്ത് അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പം അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒട്ടിക്കണം, ഇവിടെ ഫുൾ ഒട്ടിക്കണം. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, എന്നാലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാമറ ഫിക്സ് ആക്കലാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറ ഫിക്സ് ആക്കലാണ്. അപ്പോൾ ക്യാമറയുടെ ഇതെന്ന് പറയുന്നത് 6.6 ലെങ്ത്തും 6.6 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ 4.1 സെൻറ്റിമീറ്റർ ബ്രെത്തുമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പേപ്പറും കൊണ്ട് റാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫോണിലോട്ട് അടിക്കാം. ആ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിച്ചിട്ടുള്ള
ലുക്കാണിത്. ഇനി അതിന് ശേഷം ഇനി ക്യാമറ വേണം. അപ്പോൾ ക്യാമറ നമുക്ക് ഒട്ടിക്കാം. ഇതാണ് ക്യാമറയും കൂടെ ഉണ്ടായിരുന്നത്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു ക്യാമറ കാണാനില്ല. അപ്പോൾ ഗൈസ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫിക്സ് ആക്കാം. ഇതിന് റാപ്പിംഗ് ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് നമ്മൾ ഒന്നെങ്കിൽ ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഒട്ടിക്കുന്നതിന് മുമ്പേ ഇവിടെ പേന വെച്ചൊന്ന് ഫുള്ള് കുത്തി വരയ്ക്കണം. എന്നിട്ട് നടുക്ക് നമ്മുടെ ഈ പറയുന്ന ഒരു ബ്ലാക്ക് സ്കെച്ച്, പെർമനന്റ് സ്കെച്ച് വെച്ച് ഇവിടെ ഒരു ഡോട്ടും പിന്നെ സർക്കിളും ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഈ പേനയുടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇത് ചെയ്യട്ടെ. അപ്പൊ ക്യാമറയും ഫിക്സായി. ഇതാണ്. അപ്പൊ നമുക്കിനി അടുത്തത് ചെയ്യേണ്ടത് ഇനി ഫ്ലാഷ് ലൈറ്റിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈറ്റ്നർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പേപ്പറും കൂടെ വീണ്ടും ഒട്ടിക്കാം. ഞാൻ ചെയ്തില്ല, വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു പേപ്പറും കൂടെ ഒട്ടിക്കുകയാണ്. പക്ഷെ അത് ആവൂല, എന്നാലും ഒരിത് വരുന്നുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റ് ഞാൻ ഫിക്സ് ആക്കാൻ പോവുകയാണ്. അതിനാണ് ഉണ്ടാക്കി ഫിക്സ് ആക്കാം. അത് ഇച്ചിരി അത് കഴിഞ്ഞിട്ട് സ്പേഷ്യലിന്റെ സീൻ വരുത്തുന്ന ഒരു ബ്ലാക്ക് കളർ ഇതുണ്ട്, അതും കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇവിടെ ഒരു സാധനം കൂടെ ഒട്ടിച്ചിട്ട് നമ്മുടെ എന്താ പറയുന്നത് ലോഗോ ഒട്ടിച്ചു കൊടുക്കലാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പേന വെച്ച് വരയ്ക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഇവിടെ പേന ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കിനി ഇറങ്ങാനും വയ്യ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. വീഡിയോയ്ക്ക് ശേഷം ഞാൻ പിന്നെയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കൊണ്ട് ഞാൻ ഷേപ്പ് എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിനി ഇവിടെ ഒട്ടിക്കണം.
നമുക്ക് പെൻസിൽ വെച്ച് ലോഗോ വരച്ചു കൊടുക്കാം ഗൈസ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പൊ ഗൈസ് ഇനി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കൂ. അപ്പൊ സൈനിങ് ഓഫ് ബൈ ഹംദാൻ. ടാറ്റാ. But don't forget to subscribe. Okay, ടാറ്റാ.